ഇന്ദുലക്ഷ്മി ഭാഗം 15. അന്ന് സുജ വരാൻ കുറച്ചു വൈകി. ഇന്ദു അക്ഷമയായി ഇടയ്ക്കിടെ വാതിൽക്കലേക്ക് നോക്കുന്നുണ്ട്. ഒടുവിൽ ബസ്സിറങ്ങി വന്ന അവളെ കണ്ട ഉടനെ ഇന്ദു ഓടിച്ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ച് ഒരു വശത്തേക്ക് നീക്കി നിർത്തി. എങ്ങനെയുണ്ടടി നിന്നെ കാണാൻ വന്ന ചെക്കൻ? ഇഷ്ടായോ? അച്ഛനും അമ്മയ്ക്കും ഇഷ്ടായി. ജാതകം ചേരുന്നുണ്ട്. ചേട്ടൻ കുറച്ച് കറുത്തിട്ടാ, എന്നാലും എനിക്കിഷ്ടായി. സുജ ലജ്ജയോടെ ചിരിച്ചു. എന്റെ ദേവി, നിനക്ക് നാണോ? കറുപ്പിലൊന്നും കാര്യമില്ല മോളെ. കറുപ്പിന് ഏഴഴകെന്നല്ലേ. പോടി. എങ്ങനെയുണ്ട്? ചുള്ളനാണോ ആള്? നിനക്ക് കാണണോ? സുജ മൊബൈലിൽ ഗാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു. കൊള്ളാമോ? ഞാനെടുത്ത ഫോട്ടോയാ. ആഹാ, നീ ആള് കൊള്ളാലോ. ഫോട്ടോയൊക്കെ എടുത്തോ? ഇന്ദു അതിശയത്തോടെ ചോദിച്ചു. ആളിന്റെ കൂട്ടുകാരെ കാണിക്കാൻ എന്റെ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോ പിന്നെ ഞാനായിട്ട് എന്തിനാ കുറയ്ക്കുന്നത്? ഇടയ്ക്ക് എനിക്ക് കാണാലോ. നീ ആള് കൊള്ളാലോ. ഇയാളുടെ പേരെന്താ? പ്രദീപ്. എന്നോട് പറഞ്ഞത് ദീപേട്ടാന്ന് വിളിക്കാനാ. ഷോ, ഒരു ദിവസം കൊണ്ട് ഇത്രയൊക്കെ പ്രോഗ്രസോ? നീ ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ. സുജ ചമ്മലോടെ ചിരിച്ചു. സുജ, ഇന്ദു. ഒരു അലർച്ച കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ രാഹുലാണ്. കണ്ണുരുട്ടി നോക്കുന്നുണ്ട്. കസ്റ്റമേഴ്സ് വരുന്ന ടൈമില് ഇവിടെ ഇരുന്ന് കഥ പറയാനാണോ രണ്ടാൾക്ക് ശമ്പളം തരുന്നത്? അല്ല സർ. സുജ താഴ്മയോടെ പറഞ്ഞിട്ട് ഇന്ദുവിനെയും വിളിച്ച് വേഗം ജോലിയിലേക്ക് കടന്നു. ഇന്ന് വൈകുന്നേരം വീട്ടിലെത്തണമെന്ന് രേവതി നിർബന്ധമായി പറഞ്ഞിരുന്നു. ഇതിപ്പോ കുറച്ചു ദിവസമായി അവൾ വീട്ടിലേക്ക് വിളിക്കുന്നു. വീണ്ടും അങ്ങോട്ട് പോകാനുള്ള മടി കൊണ്ട് ഒഴിഞ്ഞു മാറിയതാണ്. ബസ് സ്റ്റോപ്പിൽ നിന്ന് ഓട്ടോയിലാണ് അങ്ങോട്ട് പോയത്. നടന്നു പോകുമ്പോൾ ആരെങ്കിലും കണ്ടെന്ന് വരാം. ഗേറ്റ് തുറക്കുമ്പോൾ അപ്പുറത്തേക്ക് നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല. മിന്നുമോളുടെ ഒപ്പം രേവതി മുറ്റത്ത് തന്നെയുണ്ട്. എന്നാലും ഇന്ദു, എത്ര ദിവസമായി നിന്നോടൊന്ന് വരാൻ പറഞ്ഞിട്ട്? അത്രേ ഉള്ളായിരുന്നുള്ളൂ നിനക്ക് ഞങ്ങൾ, അല്ലേ? എന്നെ ഒന്ന് കാണണമെന്ന് പോലും തോന്നിയില്ലല്ലോ. രേവതി കണ്ട ഉടനെ പരിഭവം പറഞ്ഞു. ഇന്ദു മിന്നുവിനെ എടുത്തുകൊണ്ട് അകത്തേക്ക് നടന്നു. ഏട്ടനിന്ന് ബേക്കറിയിൽ വന്നല്ലോ. നിനക്ക് ഏട്ടന്റെ കൂടെ വന്നൂടായിരുന്നോ? നിന്റെ ചേട്ടന് പലപ്പോഴും പല സ്വഭാവാ. ഇന്ന് കുറച്ച് ചൂടിലായിരുന്നു. സ്റ്റാഫിനോടൊക്കെ തട്ടിക്കയറുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ഞാൻ എന്തിനാ തലവെച്ചു കൊടുക്കുന്നത്? സംസാരം കേട്ട് ശ്രീദേവി ഹാളിലേക്ക് വന്നു. ഇന്ദു, ഇങ്ങോട്ടുള്ള വഴിയൊക്കെ ഓർമ്മയുണ്ടോ? അമ്മ ഇന്ദുവിന് ചായ ഉണ്ടാക്ക്. അപ്പോഴേക്കും ഞങ്ങൾ കുറച്ച് സംസാരിക്കട്ടെ. രേവു പറഞ്ഞത് കേട്ട് ശ്രീദേവി മനസ്സില്ലാ മനസ്സോടെ അകത്തേക്ക് നടന്നു. അമ്മമ്മേ, എനിക്ക് വിശക്കുന്നു. പിന്നാലെ ചെന്ന മിന്നുവിന് അവൽ നനച്ചത് കൊടുത്തിട്ട് ചായ ഇടുമ്പോൾ അവർ ആശങ്കയിലായിരുന്നു. രേവതി ഇന്ദുവിനെ വിളിച്ചു വരുത്തിയത് എന്തിനെന്ന് നല്ല ബോധ്യമുണ്ടായിരുന്നു. രാഹുൽ കൂടി അർത്ഥസമ്മതം പറഞ്ഞ സ്ഥിതിക്ക് രേവതിക്ക് ഒന്നുകൂടി ഉത്സാഹം കൂടിയിട്ടുണ്ട്. രാഹുലിന്റെ മനസ്സിൽ എന്താണെന്ന് വ്യക്തമല്ല. ഇനി ആകെയുള്ളൊരു പ്രതീക്ഷ ഇന്ദുവാണ്. അവള് നല്ല കുട്ടിയാണ്. പക്ഷേ രാഹുലിന്റെ ഭാര്യയായി അംഗീകരിക്കാൻ കഴിയുന്നില്ല. ചായയുമായി എത്തുമ്പോൾ ഇന്ദുവും രേവുവും നിശബ്ദരായിരിക്കുകയാണ്. ശ്രീദേവിയും അവരുടെ ഒപ്പം ഇരുന്നു. ഇന്ദു, നീ എന്താ ഇങ്ങനെ അപ്സെറ്റായിരിക്കുന്നത്? രേവതി അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. നിന്റെ കിച്ചുവന്റെയും ലക്ഷ്മി ചേച്ചിയുടെയും ജീവിതത്തിൽ ഞാൻ എന്നും ഒരു ശല്യമായി തുടരുമെന്ന് കരുതിയാണോ ഇപ്പോ ഇങ്ങനൊരു തീരുമാനം എടുത്തത്? അങ്ങനെയാണോ നിനക്ക് തോന്നിയത്? കിച്ചുവേട്ടൻ എന്റെ വല്യച്ഛന്റെ മോനാണ്. പക്ഷേ രാഹുലേട്ടൻ എന്റെ സ്വന്തം കൂടപ്പറപ്പല്ലേ. രാഹുൽ സാറിനോട് പറഞ്ഞോ? ഞാൻ ആദ്യം സംസാരിക്കുന്നത് അമ്മയോടും ഏട്ടനോടുമാ. ഏട്ടന് സമ്മതമാണ്. ഇന്ദു ശ്രീദേവിയെ നോക്കി. അവരുടെ മുഖത്തെ ഭാവം വ്യക്തമല്ല. അതൊന്നും എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല. കിച്ചുവേട്ടനും ലക്ഷ്മി ചേച്ചിയും സന്തോഷമായി ജീവിച്ചോട്ടെ എന്ന് കരുതിയാവും. അല്ലെങ്കിൽ എന്നോടുള്ള സഹതാപം. രണ്ടായാലും എനിക്ക് താല്പര്യമില്ല. രേവതിയുടെ മുഖം മങ്ങി. നീ ഒന്നുകൂടി ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. എത്ര ആലോചിച്ചാലും എനിക്കിതേ പറയാനുള്ളൂ രേവു. കിച്ചുവേട്ടന്റെ ആലോചന വരുമ്പോ ഞാൻ ഒന്നും ആലോചിച്ചില്ല. അമ്മ പറഞ്ഞതൊക്കെ അനുസരിച്ചു. അവരെന്നെ മനഃപൂർവ്വം ഒഴിവാക്കുമായിരുന്നു. ഇനി ഒരു പ്രാവശ്യം കൂടി മണ്ടത്തരം കാണിക്കാൻ വയ്യ. രേവതിക്ക് വിഷമം തോന്നാതിരിക്കാൻ അവളുടെ കവിളിൽ ഇരുകൈകളും ചേർത്ത് പിടിച്ചാണ് അവസാന വാചകം പറഞ്ഞത്. നീ ഇങ്ങനെ ഒറ്റയ്ക്ക് എത്ര കാലം കഴിയുന്നു? രേവതി വിഷമത്തോടെ ചോദിച്ചു. ഒറ്റയ്ക്കുള്ള ജീവിതം എനിക്കൊരു പ്രശ്നമേ അല്ല. എന്റെ ജനനത്തോടെ മരിച്ചതാണ് അമ്മ. അച്ഛൻ കൂടി പോയപ്പോ അവിടെ ഞാൻ ഒറ്റയ്ക്കായി. രണ്ടാനമ്മ അധികം മിണ്ടില്ല. അന്നു മുതല് ഞാൻ ഒറ്റയ്ക്കാ കിടക്കുന്നത്.
എനിക്ക് ലോകത്തിൽ ആകെ ഉള്ളത് അമ്മ മാത്ര. ഇനിയും അങ്ങനെ മതി. ആരോഗ്യമുള്ളിടത്തോളം എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാം. ഏട്ടന് നിന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ സമ്മതിക്കോ? ഉറപ്പൊന്നുമില്ലെങ്കിലും രേവതി പ്രതീക്ഷയോടെ ചോദിച്ചു. നിന്റെ ഏട്ടൻ എന്നെ എന്തിനാ ഇഷ്ടപ്പെടുന്നത്? അതിനുള്ള എന്ത് യോഗ്യത എനിക്ക്? നീ വെറുതെ ഓരോന്ന് പറയണ്ട. നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാം. കുറച്ചു നേരം മിന്നുവിന്റെ കൂടെ ഇരുന്ന് എന്തൊക്കെയോ സംസാരിച്ചു. രാഹുലിന്റെ ബൈക്ക് ഗേറ്റ് കടന്നു വന്നപ്പോൾ അവൾ എണീറ്റു. ഞാൻ ഇറങ്ങുക. ലേറ്റായ മേട്ടൻ വഴക്കു പറയും. ഏട്ടനോട് പറയാം നിന്നെ കൊണ്ടുവിടാൻ. അതൊന്നും വേണ്ട. നിന്റെ ഏട്ടനോട് പറഞ്ഞ് ഒരു ഓട്ടോ വിളിച്ചു തന്നാ മതി. രാഹുൽ ഇന്ദുവിനെ ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് പോയി. മടങ്ങുമ്പോൾ ഇന്ദുവിന്റെ മനസ്സ് ആകെ അസ്വസ്ഥമായിരുന്നു. എന്തു പറ്റി ഇന്ദു? സുഖമില്ലേ? അമ്പിളി കട്ടിലിൽ കിടന്ന് അവളുടെ അരികിലിരുന്നു. ഒന്നുമില്ല ചേച്ചി. നിനക്കിങ്ങനെ ഒരു കിടപ്പ് പതിവില്ലല്ലോ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഇന്ദു രേവതി പറഞ്ഞ കാര്യങ്ങൾ അവരോട് പറഞ്ഞു. ഈ രാഹുല് ആളെങ്ങനെയാ? എനിക്കങ്ങനെ കൂടുതലൊന്നും അറിയില്ല. കുറച്ചു നാളത്തെ പരിചയമല്ലേ ഉള്ളൂ. എന്നോട് അധികം ഒന്നും സംസാരിക്കാറില്ല. കുറച്ച് ദേഷ്യക്കാരനാണെന്നാ തോന്നുന്നത്. കേട്ടിടത്തോളം ഇത് നല്ലൊരു കാര്യായ എനിക്ക് തോന്നുന്നത്. ചേച്ചി എന്തൊക്കെയാ പറയുന്നത്? ഇന്ദു എണീറ്റിരുന്നു. എന്നായാലും നിനക്കൊരു ജീവിതം വേണ്ടേ? എന്നെങ്കിലും കിഷോർ നിന്നെ അംഗീകരിക്കുമെന്നൊരു പ്രതീക്ഷ ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അയാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ ഒഴിഞ്ഞു മാറുന്നതല്ലേ നല്ലത്. പിന്നെ ഈ രാഹുലാകുമ്പോ നിന്നെക്കുറിച്ച് എല്ലാം അറിയാം. അയാളുടെ വീട്ടുകാർക്ക് നിന്നെ ഇഷ്ടമല്ലേ? എനിക്ക് വയ്യ ചേച്ചി. ഇപ്പോ അങ്ങനെ ഒരു കുടുംബജീവിതമൊന്നും എന്റെ മനസ്സിലില്ല. നിനക്ക് എന്നെക്കുറിച്ച് അറിയില്ലേ മോളെ? കുറച്ചു കഴിഞ്ഞ് അമ്മുവിന്റെ വിവാഹം കഴിയും. ഭർത്താവും കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോ അവളും നിന്നെ മറക്കും. ഒരു വയ്യായിക വന്നാ ആരെങ്കിലും സഹായത്തിനുണ്ടോ? പോയി നിൽക്കാൻ ഒരു വീടുണ്ടോ? ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ കൂടി ആരും കാണില്ല. അപ്പോ വിഷമിച്ചിട്ട് കാര്യമില്ല. ഇന്ദു മുഖം കുനിച്ചിരുന്നു. അമ്പിളി അവളുടെ ശിരസിൽ തഴുകി. പെട്ടെന്ന് കേട്ടപ്പോ അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് കാണും. നീ ആലോചിക്ക്. ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയോ? എന്താണെന്ന അർത്ഥത്തിൽ ഇന്ദു അവരെ നോക്കി. കിഷോറിനെ ഇപ്പോഴും ഇഷ്ടാണോ മോക്ക്? ഇന്ദു കുറച്ചു നേരം താഴേക്ക് നോക്കിയിരുന്നു. ഇഷ്ടായിരുന്നു. പെണ്ണ് കാണാൻ വന്ന ശേഷം വിവാഹം വരെ ഞാൻ എന്നും ഓർക്കും. എന്നെങ്കിലും എന്നെ ഒന്ന് വിളിച്ചെങ്കിലെന്ന് അന്നൊക്കെ ഒരുപാട് ആശിച്ചിട്ടുണ്ട്. കിച്ചോടിന് എന്നെ വിവാഹം ചെയ്യാൻ സമ്മതിച്ചു. എന്തിനു വേണ്ടി? ഒരു പരിചയം പോലുമില്ലാത്ത എന്നെ ജാതകദോഷത്തിൽ നിന്ന് രക്ഷിക്കേണ്ട ബാധ്യത എന്തിനാ ഏറ്റെടുത്തത്? ഇന്ദു കുറച്ചു നേരം നിശബ്ദത പാലിച്ചു. പിന്നെ അങ്ങോട്ട് കുറച്ച് ദിവസങ്ങള്. പുതിയ വീട്. കിച്ചോടിന് എന്നോടൊന്നും മിണ്ടാറില്ല. അവിടുത്തെ അമ്മ ഒരു പ്രത്യേക സ്വഭാവക്കാരി. ലക്ഷ്മി ചേച്ചിയായിരുന്നു കുറച്ചെങ്കിലും ആശ്വാസം. പക്ഷേ അപ്പോഴും ചേച്ചി ഒരു വേദനയായിരുന്നു. ലക്ഷ്മി ചേച്ചി പാവാ. സാഹചര്യം കൊണ്ട് പിരിയേണ്ടി വന്നവരാണ്. അപ്പോഴും രണ്ടാൾക്കും പരസ്പരം ഭയങ്കര സ്നേഹമാണ്. അതിനിടയിൽ എനിക്കൊരു സ്ഥാനമില്ല. രണ്ടുപേരും പാവാ ചേച്ചി. എല്ലാം പറഞ്ഞൊഴിഞ്ഞതിന്റെ ആശ്വാസമായിരുന്നു ഇന്ദുവിന്റെ മുഖത്ത്. ചിലരങ്ങനെയാണ് മോളെ, പരസ്പരം സ്നേഹിക്കുന്നവര്. പക്ഷേ ആർക്കൊക്കെയോ വേണ്ടി പിരിയേണ്ടി വരുന്നു. അതൊന്നും ഇനി ഓർക്കണ്ട. ഞാൻ പറഞ്ഞത് മോൾ ഒന്നുകൂടി ആലോചിക്ക്. ചിലപ്പോ ഇതെല്ലാം ഒരു നിമിത്തമായിരിക്കാം. അമ്പിളിയോട് പറയേണ്ടിയിരുന്നില്ലെന്ന് ഇന്ദുവിന് തോന്നി. പിന്നീടുള്ള ദിവസങ്ങളിൽ കഴിവതും രാഹുലിനെ ഫേസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിച്ചു. രാഹുലും അവളെ ശ്രദ്ധിച്ചില്ല. രേവതി ആദ്യമൊക്കെ ഫോൺ ചെയ്യുമ്പോൾ എന്തെങ്കിലും സംസാരിച്ചിട്ട് പെട്ടെന്ന് കട്ട് ചെയ്യും. പിന്നീട് അവളുടെ കോൾ കാണുമ്പോഴേ കട്ട് ചെയ്യാൻ തുടങ്ങി. രേവതിക്ക് അതൊരു വിഷമമായിരുന്നു. ഒരു ദിവസം വിസിറ്റേഴ്സ് ഉണ്ടെന്നറിഞ്ഞ് ചെന്നതാണ് ഇന്ദു. വിസിറ്റേഴ്സ് റൂമിലിരിക്കുന്ന കിച്ചുവിനെയും രാഹുലിനെയും കണ്ട് അവൾ ഒരു നിമിഷം അമ്പരപ്പോടെ നിന്നു. ഇന്ദു എന്താ രേവു വിളിച്ചിട്ട് സംസാരിക്കാത്തത്? കിഷോർ ചോദിച്ചപ്പോൾ അവൾ എന്ത് പറയണമെന്നറിയാതെ നിന്നു. നിങ്ങൾ സംസാരിക്ക്, ഞാൻ പുറത്തുണ്ടാവും. കിഷോർ പുറത്തേക്ക് നടന്നു. വിവാഹത്തിന് നിർബന്ധിക്കാൻ വന്നതല്ല. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു താല്പര്യമൊന്നും ഇയാളോടില്ല. അമ്മ വിവാഹത്തിന് നിർബന്ധിക്കുന്നു. രേവു പറഞ്ഞപ്പോഴാണ് ഇയാളുടെ കാര്യം ഓർക്കുന്നത് തന്നെ. ഒരു പരിചയമില്ലാത്തൊരു പെൺകുട്ടിയേക്കാൾ ഇയാള് നല്ലതാണെന്ന് തോന്നി. അതിന്റെ പേരിൽ ഇങ്ങനെ ഒളിച്ചു കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ദുവിന് ചെറിയൊരു ചമ്മല് തോന്നി. ഏതായാലും എന്റെ കല്യാണം ഉടനെ വേണമെന്ന് അമ്മ വാശി പിടിച്ച് നിൽക്കുക. അമ്മാവന്റെ ബന്ധത്തിലുള്ള കുട്ടിയുടെ ആലോചന വന്നിട്ടുണ്ട്. അതിനിടയിലാ രേവു തന്റെ കാര്യം പറഞ്ഞത്. ഇനിയും അമ്മയുടെ സങ്കടം കാണാൻ വയ്യ. എന്നായാലും വേണം. ഇതൊന്ന് പറയാനാ രേവു വിളിച്ചത്. അപ്പോ
തനിക്ക് ഭയങ്കര ജാട. അതൊന്നുമല്ല സാർ. ഇയാൾക്കിവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട. ശരി, എങ്കിലും ഞങ്ങൾ ഇറങ്ങുക. സാർ, 1 മിനിറ്റ്. ഇന്ദു പെട്ടെന്നെന്തോ ഓർത്തതുപോലെ റൂമിലേക്ക് പോയി. തിരികെ വരുമ്പോൾ രാഹുലും കിഷോറും മുറ്റത്ത് നിൽപ്പുണ്ട്. അവൾ കിഷോറിന്റെ മുന്നിലേക്ക് ചെന്ന് നിന്നു. കയ്യിൽ മുറുക്കി പിടിച്ചിരുന്ന താലിമാല അവന്റെ നേർക്ക് നീട്ടി. കിഷോറും രാഹുലും പരസ്പരം നോക്കി. ഇത് ലക്ഷ്മി ചേച്ചിയുടെ കയ്യിൽ കൊടുക്കണം. എന്റെ സമ്മാനമാണെന്ന് പറഞ്ഞാൽ മതി. മുഖത്തൊരു പുഞ്ചിരി നിലനിർത്തിക്കൊണ്ട് അവൾ പറഞ്ഞു. കിഷോർ അവളെ ഒന്ന് നോക്കിയിട്ട് കൈനീട്ടി അത് വാങ്ങി. ഒരു ക്ഷമ പറഞ്ഞാൽ തീരുന്നതല്ല. എന്റെ സ്വാർത്ഥത കൊണ്ട് ഇന്ദുവിന്റെ ജീവിതം കൂടി ഇല്ലാതായി. ശപിക്കരുത്. കിഷോറിന്റെ സ്വരത്തിൽ കുറ്റബോധം നിറഞ്ഞിരുന്നു. സാരയില്ല, എനിക്ക് സങ്കടമൊന്നുമില്ല. 2 പേരും ഒന്നിച്ച് ജീവിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ പിണങ്ങരുത്. ചേച്ചിയെ കാണാൻ ഞാനൊരു ദിവസം വരുന്നുണ്ട്. ഒരു മുതിർന്ന ആളിനെ പോലെ അവൾ പറയുന്നത് കേട്ട് രാഹുൽ ചിരിച്ചു. കല്യാണമാകുമ്പോൾ വിളിക്കണം. രാഹുലിനോട് പറഞ്ഞപ്പോൾ അവൻ തലകുലുക്കി. അവരുടെ വണ്ടി മുന്നോട്ട് നീങ്ങിയപ്പോൾ ഇന്ദു തിരികെ നടന്നു, ഒരു നല്ല കാര്യം ചെയ്ത നിർവൃതിയോടെ. അടുത്തുള്ള കുറച്ച് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുമ്പോഴാണ് കണ്ണന്റെയും പൊന്നുവിന്റെയും കയ്യിൽ പിടിച്ച് ആകാശ് വരുന്നത്. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് അവൻ വരുന്നത്. സാധാരണ ദേവകിയാണ് വരുന്നത്. ലക്ഷ്മി അവരെ കണ്ടപ്പോൾ എണീറ്റ് സിറ്റ് ഔട്ടിലേക്ക് ചെന്നു. കുട്ടികൾ അകത്തേക്ക് പോകുമ്പോൾ തിരിഞ്ഞു നടന്ന ആകാശിനെ അവൾ നോക്കി. ശ്രേയയെ പോയി കണ്ടായിരുന്നോ? കുറച്ച് മടിയോടെയാണ് ചോദിച്ചത്. കണ്ടു. അവൾക്ക് അച്ഛനെയും അമ്മയെയും ഇനിയും വിഷമിപ്പിക്കാൻ വയ്യാന്ന് പറഞ്ഞു. പിന്നെ ഞാനും നിർബന്ധിച്ചില്ല. എന്റെ മക്കളെ ഓർക്കുപോലും ചെയ്യാത്ത ഒരാളെ എനിക്കും വേണ്ടെന്ന് തോന്നി. അവന്റെ ശബ്ദത്തിൽ നിരാശ കലർന്നിരുന്നു. അവൾ എന്ത് പറയണമെന്നറിയാതെ കുട്ടികളെ നോക്കി. മറ്റുള്ള കുട്ടികളുടെ ഒപ്പം 2 പേരും കാര്യമായ സംസാരത്തിലാണ്. കിഷോർ രാവിലെ ജോലിക്ക് പോയിട്ട് പിന്നെ വരുന്നത് വൈകുന്നേരമാണ്. അവൻ ഡ്രസ്സ് മാറി വരുമ്പോൾ ചായ കൊടുത്തു. ഞാനും രാഹുലും ഇന്ന് ഇന്ദുവിനെ കാണാൻ പോയിരുന്നു. ഇത് നിന്റെ കയ്യിൽ തരാൻ പറഞ്ഞു. കയ്യിലേക്ക് വെച്ചു കൊടുത്ത താലിയിലേക്ക് നോക്കവേ ലക്ഷ്മിയുടെ മുഖം വിവർണമായി. എന്നും ഈ താലി കഴുത്തിൽ കാണണേ എന്ന പ്രാർത്ഥനയോടെ, ഒരുപാട് പ്രതീക്ഷകളോടെ ഒരു പെൺകുട്ടി കഴുത്തിലണിഞ്ഞതാണ്. എപ്പോഴെങ്കിലും കിച്ചേട്ടനെ അവൾ സ്നേഹിച്ചു കാണില്ലേ? ഒരുപാട് നൊമ്പരത്തോടെ ആകില്ലേ ഇത് ഊരിമാറ്റിയത്? ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്തിട്ട് പോലും താലി കഴുത്തിൽ നിന്ന് ഊരിമാറ്റാൻ തനിക്ക് ധൈര്യം വന്നിട്ടില്ല. അത് നെഞ്ചോട് ചേർന്ന് കിടക്കുന്നത് തന്നെ ഒരു ആശ്വാസമാണ്. ലക്ഷ്മിയുടെ നെഞ്ചു പിടഞ്ഞു. അറിയാതെ കഴുത്തിൽ കിടന്ന താലിയിൽ വിരലുകൾ മുറുകി. കിച്ചു അവളെ ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്നു. ഇനി അതോർത്ത് വിഷമിക്കണ്ട. അവളെ നമുക്കങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. കിച്ചു അവളുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. അവൾ തലകുലുക്കി. രാവിലെ ലക്ഷ്മി ഉണരുമ്പോൾ കിച്ചു ചായ ഉണ്ടാക്കുകയാണ്. അവൾ ചോദ്യഭാവത്തിൽ നോക്കി. താൻ കുളിച്ചിട്ട് വാ, ഒരു സ്ഥലം വരെ പോകാനുണ്ട്. സാരി ഉടുത്താ മതി. ഒന്ന് നോക്കിയിട്ട് അവൾ റെഡിയാകാൻ പോയി. കിഷോർ ഒരു മുണ്ടൻ ഷർട്ടും ഇട്ടു. അവൻ ബൈക്ക് എടുത്തപ്പോൾ സംശയിച്ചു നിന്നു. വേഗം. കിഷോർ തിരക്ക് കൂട്ടിയപ്പോൾ അവനെ സ്പർശിക്കാതെ കുറച്ച് പിന്നിലേക്ക് നീങ്ങിയിരുന്നു. അടുത്തുള്ള അമ്പലമുറ്റത്തെത്തിയപ്പോൾ വണ്ടി നിർത്തി. ഇറങ്ങുന്നില്ലേ? കിച്ചുവിന്റെ ശബ്ദം. അവന്റെ പിന്നാലെ നടന്നു. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചത് ഇന്ദുവിന് വേണ്ടിയായിരുന്നു. ലച്ചു. കിച്ചു ശബ്ദം താഴ്ത്തി വിളിച്ചു. നമ്മളിന്ന് ഇവിടെ പുതിയ ജീവിതം തുടങ്ങുകയാണ്. കഴിഞ്ഞതൊന്നും നിനക്ക് പെട്ടെന്ന് മറക്കാൻ കഴിയില്ലെന്നറിയാം. 2 പേരുടെയും ഭാഗത്തു നിന്ന് കുറേ തെറ്റുകൾ വന്നു. ഇനി മറ്റാരെക്കുറിച്ചും ഓർക്കണ്ട. വേറെ ആരും നമുക്കിടയിൽ വേണ്ട. കിഷോർ ഒരു നുള്ള സിന്ദൂരം അവളെ അണിയിക്കുമ്പോൾ ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു. തിരികെ വീട്ടിലെത്തുന്നത് വരെ അവൾ നിശബ്ദയായിരുന്നു. മുറ്റത്തേക്ക് നടക്കുമ്പോൾ കണ്ടു വീട്ടിലിരുന്ന് കളിക്കുന്ന ഉണ്ണിയും പൊന്നുവും. അവരുടെ അരികിലായി ആകാശ്. അമ്മേ, ദാ കല്യാണ പെണ്ണും ചെക്കനും വന്നിട്ടുണ്ട് കേട്ടോ. ആകാശ് അകത്തേക്ക് നോക്കി പറഞ്ഞു. അടുക്കളയിൽ നിന്ന് വന്നവരെ കണ്ട് ലക്ഷ്മി അമ്പരന്നു. രേണുകയും അനിതയും അനിതയുടെ കുഞ്ഞിനെയും എടുത്ത് അശ്വതിയും, തൊട്ടു പിന്നാലെ രാധമ്മയും ദേവകിയും. ചേച്ചി എന്താ ഇങ്ങനെ മിഴിച്ചു നിൽക്കുന്നത്? അനിതയും അശ്വതിയും ലക്ഷ്മിയുടെ 2 വശത്തായി വന്നു നിന്നു. സർപ്രൈസ് കൊടുക്കാൻ നോക്കിയിട്ട് ആളിന് ഷോക്കായെന്ന് തോന്നുന്നത്. ആകാശ് പറഞ്ഞത് കേട്ട് എല്ലാവരും ചിരിച്ചു. കിഷോർ വന്ന് അവളുടെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചു. രേണുകയും രാധമ്മയും ദേവകിയും അനിതയും അടുക്കളയിൽ ജോലി തിരക്കിലായിരുന്നു. ആകാശും കിഷോറും എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് സിറ്റൗട്ടിലിരുന്നു. അശ്വതി കുട്ടികളെ കളിപ്പിച്ചുകൊണ്ടിരുന്നു. ഉണ്ണിക്കും പൊന്നുവിനും അനിതയുടെ മോനെ ഒത്തിരി ഇഷ്ടമായി. ചേച്ചി, എന്നോട് ദേഷ്യമൊന്നും തോന്നല്ലേ? അന്ന് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ ചേച്ചി അച്ഛന്റെ ശല്യവും സഹിച്ച് അവിടെ തന്നെ നിന്നേനെ. നടന്നതൊന്നും ഉൾക്കൊള്ളാനാകാതെ ഇരിക്കുന്ന ലക്ഷ്മിയോടായി അശ്വതി പറഞ്ഞു. എനിക്കത് അന്ന് തന്നെ മനസ്സിലായി. സാരില്ല.
ലക്ഷ്മി ചിരിക്കാൻ ശ്രമിച്ചു. ഉച്ചയോടെ ചെറിയ രീതിയിലൊരു സദ്യ തയ്യാറാക്കി. അപ്പോഴേക്കും രാഹുലും എത്തിച്ചേർന്നു. മൂന്നാമത്തെ വിവാഹം എന്ന് പറഞ്ഞ് രാഹുലും ആകാശും കിഷോറിനെ കളിയാക്കുന്നുണ്ട്. എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോഴും ലക്ഷ്മി മൗനവ്രതത്തിലായിരുന്നു. കിഷോറിന്റെ കണ്ണുകൾ ഇടയ്ക്കിടെ അവളെ തേടിച്ചെന്നു. ഊണ് കഴിഞ്ഞ ഉടനെ ആകാശും ദേവകിയും കുട്ടികളും തിരികെ പോയി. പോകുന്നതിന് മുൻപ് ദേവകി ലക്ഷ്മിയുടെ അടുത്ത് വന്നു. എനിക്കൊന്നും അറിയില്ലായിരുന്നു മോളെ. അതാ ആകാശിന് വേണ്ടി മോളെ ആലോചിച്ചത്. അതൊന്നും സാരയില്ലമ്മേ. ആകാശം അവളുടെ അടുത്ത് വന്ന് യാത്ര പറഞ്ഞു. രാഹുലും അപ്പോൾ തന്നെ പോയി. ലക്ഷ്മി തിരികെ പോയി അമ്മയുടെ അടുത്തിരുന്നു. ലച്ചു. അകത്തെ റൂമിൽ നിന്ന് കിഷോറിന്റെ വിളി വന്നപ്പോൾ അവൾ പരിങ്ങലോടെ എല്ലാവരെയും നോക്കി. ചേച്ചി, കിച്ചോട്ടം വിളിക്കുന്നു. അനിത പറഞ്ഞപ്പോൾ അവൾ എണീറ്റ് റൂമിലേക്ക് പോയി. കിഷോർ കട്ടിലിരുന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. നിനക്ക് എന്താ ലച്ചു ഒരു സന്തോഷമില്ലാത്തത്? നിന്റെ മുഖം കണ്ടാല് എന്തോ ദുരന്തം നടന്ന പോലെ ഉണ്ട്. ഇതിപ്പോ വേണ്ടിയിരുന്നില്ല ഏട്ടാ. നമ്മൾ കാരണം ഇന്ദുവിനെ കൂടി ഇതിനിടയിലേക്ക് വലിച്ചിട്ടു. അവൾക്കൊരു ജീവിതം കിട്ടിയാലേ എനിക്ക് സമാധാനം കിട്ടൂ. കിഷോർ അവളെ അടുത്തേക്ക് പിടിച്ചിരുത്തി. ഇന്ദുവിനെ നമുക്ക് ഇന്ന് തന്നെ പോയി കാണാം. നീ അവളോടൊന്ന് സംസാരിക്ക്. നീ പറഞ്ഞ അവക്ക് മനസ്സിലാവും. ലക്ഷ്മിക്ക് പക്ഷേ ആ വാക്കുകൾ ഒട്ടും തന്നെ ആശ്വാസം പകർന്നില്ല. ഇന്ദുവിനോട് ചെയ്തത് തെറ്റാണെന്ന് എനിക്കും അറിയാം. അവളുടെ ജാതകദോഷം കാരണം ഞാൻ മരിച്ചു പോകുന്നെങ്കിൽ അത്രയും നല്ലതെന്ന് മാത്രമേ ആ സമയം ചിന്തിച്ചുള്ളൂ. നമുക്ക് പോയി അവളെ കാണാം. എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ചെയ്യാം. ലക്ഷ്മിക്കും തോന്നി അവളെ ഒന്ന് കാണണമെന്ന്. ആഹാരം കഴിക്കുമ്പോൾ ഇന്ദു അമ്പിളിയെ നോക്കി. പതിവിന് വിപരീതമായി ആളിന്ന് നിശബ്ദയാണ്. റൂമിലെത്തിയതും അമ്പിളി കിടന്നു. ചേച്ചിക്ക് എന്തെങ്കിലും വയ്യായികയുണ്ടോ? ഇന്ദു ചോദിച്ചു. അനിയത്തിയുടെ മോളുടെ കല്യാണം ഉറപ്പിച്ചു. സ്ഥലം വാങ്ങാൻ ഒരു കൂട്ടർ വന്നിരുന്നത്രേ. അത് വിൽക്കണമെന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം. ഇന്ദുവിനും വിഷമം തോന്നി. ഇന്ദു, നീ എന്ത് തീരുമാനിച്ചു? അമ്പിളി പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഇന്ദു പതറി. അത് ഞാൻ അന്ന് തന്നെ പറഞ്ഞതല്ലേ. ആരോടാ നിന്റെ വാശി? ആദ്യമൊക്കെ എല്ലാവർക്കും നിന്നെ ഓർക്കുമ്പോൾ സങ്കടം ഉണ്ടാവും. കുറച്ചു കഴിഞ്ഞ് അതൊക്കെ മാറും. ഓർക്കാൻ പോലും ആരും ഉണ്ടാവില്ല. ചെറുപ്പമല്ലേ നീ? ഇനി എത്ര കാലം ബാക്കിയുണ്ട്? ആരോടൊക്കെയോ ഉള്ള വാശിയിൽ നശിപ്പിക്കാനുള്ളതാണോ ജീവിതം? എനിക്ക് ആരോടും വാശിയൊന്നുമില്ല, ഇന്ദു അലസമായി പറഞ്ഞു. അമ്പിളി പിന്നീട് ഒന്നും പറഞ്ഞില്ല. അവർ ഉറക്കമാണെന്ന് കണ്ട് ഇന്ദു മുഖം തിരിച്ചു നോക്കി. മൊബൈലിൽ സമയം നോക്കിയപ്പോൾ 9 മണി കഴിഞ്ഞതേയുള്ളൂ. മിന്നുമോളെ കെട്ടിപ്പിടിച്ച് കിടക്കുകയായിരുന്ന രേവതി മൊബൈലിൽ റിങ് ചെയ്യുന്നത് കേട്ട് കുറച്ചൊന്നുയർന്ന് കയ്യിലെടുത്തു. നോക്കിയപ്പോൾ ഇന്ദുവാണ്. ഹലോ. അല്പം ഗൗരവത്തോടെയാണ് അവൾ അറ്റൻഡ് ചെയ്തത്. പിണക്കാണോ രേവു? ഇന്ദു ചോദിച്ചപ്പോൾ അറിയാതെ രേവതിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. ഞാൻ എന്തിനാ നിന്നോട് പിണങ്ങുന്നത്? സ്നേഹമുള്ളൊരു തമ്മിലല്ലേ ഇണക്കോ പിണക്കോ അല്ല. ഓ, രേവു ഒന്ന് വലിയ ഗൗരവത്തിലാണല്ലോ. എന്തു പറ്റി? ഭർത്തുച്ചേട്ടൻ വിളിച്ചില്ലേ? പോടി, എത്ര ദിവസം ഞാൻ വിളിച്ചു. ഒരു വട്ടെങ്കിലും നീ ഫോൺ എടുത്തോ? നിന്റെ ഒടുക്കത്തെ ജാട. ഇപ്പോഴെന്തിനാ കുറങ്ങി നീ വിളിച്ചത്? ഇന്ദു ജനൽ കമ്പിയിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി. എനിക്ക് അങ്ങനെ തോന്നി. മോളെവിടെ? ദാ എൻ്റെ അടുത്ത് കിടപ്പുണ്ട്, ഉറങ്ങി. പിന്നെ ഏട്ടൻ 2 ദിവസം മുമ്പ് പെണ്ണ് കാണാൻ പോയിരുന്നു. ആഹാ, എന്നിട്ട്? അമ്മയ്ക്ക് മുൻപേ അറിയാവുന്ന കുട്ടിയല്ലേ, ഏട്ടൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഞാനും റെഡി എന്നൊരു മട്ട. ഇനിയും താമസിച്ചാല് ഏട്ടന്റെ മനസ്സ് മാറുമെന്ന് പേടിച്ച് ഉടനെ നടത്തണമെന്നാ അമ്മ പറയുന്നത്. പിന്നെ നാളെ കഴിഞ്ഞ് ബിനുവേട്ടൻ വരുന്നുണ്ട്. കുറച്ചു നേരം കൂടി സംസാരിച്ചിട്ടാണ് കട്ട് ചെയ്തത്. ഇന്ദു കട്ടിലിൽ തലയിണ ഉയർത്തി വെച്ച് ചാരിയിരുന്നു. രാഹുൽ പെണ്ണ് കാണാൻ പോയി എന്ന് കേട്ടപ്പോൾ മനസ്സിൽ ചെറിയൊരു കുശുമ്പ് പോലെ. ഷേ, അയാൾ ആരെ കാണാൻ പോയാ എനിക്കെന്താ? സ്വയം പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്തു. രാവിലെ ജോലിക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് അടുത്ത റൂമിലെ വീണ വന്നത്. ഇന്ദു, തനിക്ക് വിസിറ്ററുണ്ട്. എനിക്കോ? അതാരാ? ഇന്ദു വേഗം താഴേക്ക് പോയി. ലക്ഷ്മിയെ കണ്ട് അവൾ ചിരിയോടെ അടുത്ത് ചെന്നു. ചേച്ചിയെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ, സർപ്രൈസ് ആയല്ലോ. ഇറങ്ങാറായോ ഇന്ദുവിന്? ആകുന്നു, സാരയില്ല. ചേച്ചി എന്താ വന്നത്? ചോദിക്കുമ്പോൾ ഇന്ദുവിന്റെ കണ്ണുകൾ ലക്ഷ്മിയുടെ സിന്ദൂരത്തിലേക്കും സാരിയുടെ പുറത്ത് കിടന്ന താലിയിലേക്കും നീണ്ടു. കല്യാണക്കാര്യം ഞാൻ അറിഞ്ഞു കേട്ടോ, ഇന്നലെ രേവു പറഞ്ഞു. എന്നാലും എന്നെ വിളിച്ചില്ലല്ലോ, അതിലെനിക്ക് പരാതിയുണ്ട്. സ്വാഭാവികമായി ഇന്ദു സംസാരിച്ചപ്പോൾ ലക്ഷ്മിക്കും സമാധാനം തോന്നി. എവിടെ ചേച്ചിയുടെ കെട്ടിയോൻ, മിസ്റ്റർ കല്യാണരാമൻ? ലക്ഷ്മി അവളെ നോക്കി കണ്ണുരുട്ടി. ഹോ, ഭർത്താവിനെ പറഞ്ഞപ്പോ ഭാര്യയ്ക്ക് പിടിച്ചില്ല. ഇന്ദു ചുണ്ടുകൊട്ടി. ലക്ഷ്മിക്കും ചിരി വന്നു.
കിച്ചേട്ടൻ പുറത്തുണ്ട്, നീ ബേക്കറിയിലേക്കല്ലേ, ഞങ്ങളും ആ വഴിയാ. ഇന്ദു വേഗം പോയി ബാഗും എടുത്തു വന്നു. കിഷോർ കാറിൽ ചാരി നിൽക്കുകയാണ്. ചേച്ചി, കല്യാണരാമൻ ഇങ്ങനെ ചെത്തിലുക്കിൽ നിന്നാ പണിയാകും കേട്ടോ. ദാ പെൺകുട്ടികൾ നോക്കുന്നുണ്ടോ? അങ്ങനെ കളിയാക്കണ്ട, കിച്ചേട്ട അങ്ങനെയുള്ള ആളൊന്നും അല്ല. ലക്ഷ്മി പിണക്കത്തോടെ പറഞ്ഞത് കേട്ട് ഇന്ദു പൊട്ടി വന്ന ചിരി കടിച്ചമർത്തി. ഇന്ദുവിന്റെ ഒപ്പം ബാക്ക് സീറ്റിലാണ് ലക്ഷ്മിയും ഇരുന്നത്. കിച്ചുവിന് അവളെ നോക്കാൻ നല്ല ചമ്മലുണ്ടായിരുന്നു. പേരിനു വേണ്ടി അവളോട് എന്തൊക്കെയോ സംസാരിച്ചു. ബേക്കറിയുടെ മുന്നിൽ വണ്ടി നിർത്തി ഇന്ദുവിന്റെ ഒപ്പം കിഷോറും ലക്ഷ്മിയും ഇറങ്ങി. കിഷോർ രാഹുലിന്റെ അടുത്തേക്ക് പോയപ്പോൾ പരിചയമുള്ള സ്റ്റാഫൊക്കെ ലക്ഷ്മിയോട് വന്ന് സംസാരിച്ചു. ഒടുവില് അവർ രണ്ടും ഒന്നായി അല്ലേ, നീ പുറത്തും, സുജ ഇന്ദുവിന്റെ ചെവിയിലായി പറഞ്ഞു. അല്ലെങ്കിലും ഞാൻ പുറത്തു തന്നെയായിരുന്നു. കുറച്ചു ദൂരെയായി നിന്ന ലക്ഷ്മിയെ നോക്കിയാണ് ഇന്ദു പറഞ്ഞത്. നിനക്ക് സങ്കടമില്ലേ പെണ്ണേ? ഞാനായിരുന്നേ പോയി കേസ് കൊടുത്തേനെ. തോന്നിയിട്ടില്ലെന്ന് പറഞ്ഞാൽ കള്ളാവും. കല്യാണം ആകുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ, അതൊക്കെ വെറുതെ ആണല്ലോ എന്ന് മനസ്സിലായപ്പോ തോന്നിയ സങ്കടം. ഇപ്പൊ ഞാൻ പൊരുത്തപ്പെട്ടു. കിച്ചോട്ടിനോട് ആദ്യം തോന്നിയിരുന്ന സ്നേഹമൊക്കെ ഇപ്പൊ ഒലിച്ചുപോയി. അല്ലെങ്കിലും പുള്ളി എന്നോട് ആദ്യമേ അടുപ്പമൊന്നും കാണിച്ചിട്ടില്ല. ഒരു കണക്കിന് അതും നന്നായി, എന്നെ ആശിപ്പിച്ചില്ലല്ലോ. ഇന്ദു, സുജ, നിങ്ങൾക്ക് മാത്രം എന്താ ഇതിനു വേണ്ടി സംസാരിക്കാൻ? രാഹുലിന്റെ ശബ്ദം ഉയർന്നപ്പോൾ രണ്ടുപേരും ഞെട്ടി തിരിഞ്ഞു നോക്കി. മറ്റുള്ള സ്റ്റാഫ്സ് ചിരിക്കുന്നുണ്ട്. തുടങ്ങി, നമ്മളോട് എന്ത് വൈരാഗ്യമുണ്ട് ഈ കാട്ടുമാക്കാൻ, സുജ പിറുപിറുത്തു. നീ വിഷമിക്കണ്ട, ഇങ്ങനെ കിട്ടുന്ന പെണ്ണുപിള്ള ഫുൾ ടൈം സംസാരിച്ച് ആ കാലന്റെ ചെവി അടിച്ചു പോകാൻ ഞാൻ പ്രാർത്ഥിക്കാം. ഇന്ദുവും ചുണ്ടനക്കി. വാട്ട്? രാഹുൽ ഇന്ദുവിനെ തറപ്പിച്ചു നോക്കി. ഒന്നുമില്ല സാർ. ലക്ഷ്മിയെ നോക്കിയപ്പോൾ അവൾ സാരമില്ലെന്ന് കണ്ണടച്ചു കാട്ടി. അവിടെ നിന്നിറങ്ങിയിട്ട് കിഷോർ ലക്ഷ്മിയുമായി പോയത് മീനാക്ഷിയുടെ അടുത്തേക്കാണ്. തുടരും. അടുത്ത പാട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ.